ലോക പൈതൃക ദിനത്തിൽ പൈതൃക സംരക്ഷണ വലയവും പ്രതിജ്ഞയും നടത്തി തിരുനാവായയിലെ റീയക്കോയും മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റും. കൊടക്കൽ ചെങ്കൽ അത്താണിക്ക് ചുറ്റുമാണ് സംഘം വലയം തീർത്തത്. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ചരിത്രം പറയുന്ന തിരുനാവായയിലെയും പരിസരത്തെയും ചെങ്കൽ അത്താണികളുടെ സംരക്ഷണത്തിനായി അടിയന്തര ഇടപെടലുണ്ടാവണമെന്ന ആവശ്യം ശക്തമാക്കിയാണ് പരിപാടി ഒരുക്കിയത്. എഴുത്തുകാരനും ടൂറിസം പ്രചാരകനുമായ അംബുജൻ തവനൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിന് മാമാങ്കമായി തൊട്ട കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് ഒരുപാട് സെമിനാറുകൾ ചർച്ച ചെയ്താണ്. പക്ഷേ പുരാവസ്തുമായി ബന്ധപ്പെട്ടുള്ള മഹാശിലായ ചരിത്രാതീത കാലം മുതൽ മഹാശിലായ കാലഘട്ടം തന്നെ വെച്ചാൽ 2500-3000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ ജനങ്ങൾ താമസിക്കുകയും അവരവരുടെ ആഘോഷങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും സജീവമായി പങ്കെടുത്തൊരു പുഴയോരമാണ് തിരുനാവായ. അതിൻ്റെ ഒരുപാട് ശേഷിപ്പുകൾ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട്. കുത്തുകല്ലുകൾ, കുടക്കല്ലുകൾ, അതുപോലെ മുനിയറകൾ, അതുപോലെ തൊപ്പിക്കല്ലുകൾ, ഒരുപാട് പുരാതന ശേഷിപ്പ് നമ്മുടെ നാട്ടിലുണ്ട്. അതുകൂടെ തന്നെ 300 വർഷങ്ങൾക്ക് മുമ്പുള്ള ഗതാഗത സൗകര്യം സജീവമാകുന്നതിന് മുമ്പുള്ള അത്താണികൾ, അന്നത്തെ ലോഡ് റെസ്റ്റ് എന്ന് പറയും, ആ ചുമട് താങ്ങികൾ, അത്താണികൾ നമ്മുടെ തിരുനാവായ ഒരുപാടുണ്ട്. റിയക്കോ അധ്യക്ഷൻ പൂവത്തിങ്കൽ റഷീദ് അധ്യക്ഷനായി. ദൂരദിക്കിൽ നിന്നും ചരക്കുകൾ തലച്ചുമടായി കൊണ്ടുവരുന്നവർക്ക് ആശ്വാസമായി അവ ഇറക്കി വയ്ക്കാനുള്ള കേന്ദ്രങ്ങളായിരുന്നു അത്താണികൾ. വെട്ടിയെടുത്ത നീളമേറിയ ചെങ്കല്ല് ഉപയോഗിച്ച് പണിതുയർത്തിയ ഇത്തരം അത്താണികൾ കൊടക്കൽ, ചേരുരാൽ, കുറ്റൂർ, പോത്തന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇന്നും കാണാം. സമീപ പ്രദേശത്തുള്ള പുത്തനത്താണി, കുട്ടിക്കളത്താണി, രണ്ടത്താണി തുടങ്ങിയ സ്ഥലപ്പേരുകൾ ഇത്തരം അത്താണിയുമായി ബന്ധപ്പെട്ടതാണ്. പരസ്യപ്രചാരണ ഭാഗമായി പല അത്താണികളും ഇന്ന് പെയിന്റ് അടിച്ച് രൂപം മാറ്റിയ അവസ്ഥയിലാണ് ഉള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രജീഷ്, ഫോറസ്റ്റ് വാച്ചർ അയ്യപ്പൻ, പരിസ്ഥിതി സംഘം ജില്ലാ കോർഡിനേറ്റർ ലത്തീഫ് കുറ്റിപ്പുറം, മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റ് സെക്രട്ടറി വാഹിദ് പല്ലാർ, CP ഗഫൂർ, സോളമൻ വിക്ടർ ദാസ്, മുളക്കൽ മുഹമ്മദ് അലി, സൽമാൻ കരിമ്പനക്കൽ, സിദ്ദീഖ് വെള്ളാടത്ത്, P കുഞ്ഞിപ്പ, ഇബ്രാഹിം, കോഴിപ്പുറം ബാവ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂർ.